കോരുന്നതിനൊരു നാക്കുണ്ട്. ഇങ്ങനെ ചെരിച്ച് കറക്കി ഉറക്കമില്ലാത്ത പണിയാണ്. മിക്സ് വെജിറ്റബിൾസ് നെയ്യും ഒക്കെ ഒഴിച്ചിട്ട് ജുനൈദ് നമ്മളിത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. കുക്ക് ചെയ്യുന്നവർക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതൊരു സാധാരണ ദിവസമല്ല, ഇതൊരു വലിയ തുടക്കമാണ്. നമ്മുടെ ബിരിയാണി സ്ഥലത്ത് കൊണ്ട് 5000 പേർക്ക് ബിരിയാണി വെച്ച് കൊടുക്കുന്ന മാസിവ് മിഷന്റെ തുടക്കമാണിത്. ഇതൊരു ഒറ്റയാൾ പോരാട്ടമല്ല, ഒരു ടീമിന്റെ ശക്തിയാണ്. അർഹതപ്പെട്ടവർക്ക് നിങ്ങളുടെ പേരിൽ യാതൊരു പിഴവുമില്ലാതെ ഈ ബിരിയാണി ഞങ്ങൾ എത്തിച്ചിരിക്കും. ഒന്നും അടിക്കാതെ നാശമാവാതിരിക്കും. കലവറിൽ കട്ടൻ ചായ മസ്റ്റ്. നമ്മൾ ഈ കുക്ക് ചെയ്യുന്നവരുടെ ഒരു ആംബിയൻസ് കിട്ടും. നല്ല ക്ലീൻ ചെയ്ത് നല്ല വെള്ളമൊക്കെ ഒഴിച്ചൊക്കെ ഉപ്പൊക്കെ ഇട്ട് തിരിഞ്ഞ് ഇനി മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെമ്പുകൾക്ക് നിറയ്ക്കുക. കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി, വിനാഗിരി, ഇത് കോൺഫ്ലവർ, ഇത് അരിപ്പൊടി ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യും. ടേസ്റ്റ് നോക്കിയപ്പോ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, അതും കൂടി ഇട്ടു. ശരിക്കും വെറുതെ വീഡിയോ എടുക്കാതെ എല്ലാ മേക്കിങ്ങിലും ഞങ്ങൾ വെളുക്കുന്നിടം വരെ ഇവിടെ ഉണ്ടാകും. രാവിലെ ഇത് ഉണ്ടാക്കി ഇത് പാക്ക് ചെയ്യുന്നുണ്ട്. ഉറക്കം ഉളച്ച് ഇന്നിവിടെ ഫുള്ള് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. ഇത് നമ്മുടെ ഷോറൂം മാനേജർ ഇപ്പൊ അങ്ങ് ഇഷ്ടപ്പെട്ട് മിക്സ് ചെയ്യാൻ കൊണ്ടുപോകാൻ ചിക്കൻ ഫ്രൈഡ് മസാല കണ്ടിട്ട് തന്നെ സത്യമായിട്ടും നല്ല ടേസ്റ്റിയാണ്. നമ്മള് ടേസ്റ്റിലോ യാതൊരു കോംപ്രമൈസും ചെയ്തു. എന്റെ കുക്കിംഗ് സ്കിൽസിനെ തൊട്ട് കളിക്കരുത്. ഞാൻ ചെറിയ കുക്കിംഗ് ബിരിയാണി റൈസിനുള്ള നാരങ്ങ നീര് കത്തിയുടെ മൂർച്ച നോക്കിയതാ. ഞാൻ ചോര നീരാക്കി ഞങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അത്രയും ആത്മാർത്ഥത ഉണ്ടല്ലേ. ചോര കണ്ട ശുഭം. നമ്മള് 3 ചെമ്പിലായിട്ടാണ് 1300 കിലോ ചിക്കൻ നമ്മള് പൊരിക്കുന്നത്. റെഡി ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ചിക്കൻ മൊത്തവും നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ റൈസിന്റെ പരിപാടിയിലേക്ക് കിടക്കുന്നത്. ചിക്കൻ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ മസാല അതിനെ പൊട്ടിപ്പോകും. അത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഫ്രൈ ചെയ്താലേ ചിക്കൻ തീരുള്ളൂ. നമ്മുടെ ഇതെല്ലാം ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ട് അടുപ്പ് നല്ല ചൂടാവാൻ നല്ല സമയം എടുക്കും. ഫസ്റ്റ് ബാച്ച് ഏകദേശം 15 മിനിറ്റ്സ് എടുത്തിട്ടാണ് ഫ്രൈ ആവുന്നത്. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യൂട്ടോ, ചിക്കൻ വൈറ്റ് ആയിട്ടാണോ വെളുത്തിരിക്കുവാണോ എല്ലാം വെന്തിട്ടുണ്ടോ എന്നൊക്കെ. പിന്നെ അവർ പറഞ്ഞു അടുപ്പ് നല്ല ചൂടായി കഴിയുമ്പോൾ പടപടേന്ന് കഴിയുന്നു. അപ്പോഴേക്കും നേരം വെളുക്കും. ഞങ്ങളിട്ടത് ഞങ്ങൾ തന്നെ 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് പോരാൻ വേണ്ടി നിൽക്കും. കോരുന്നതിനൊരു നാക്കുണ്ട്. ഇങ്ങനെ ചെരിച്ച് കറക്കിയിട്ട് അത്രയും ചൂടുള്ള എണ്ണയിലുള്ള പരിപാടിയല്ലേ. പിന്നെ അത് കോരിയിടുക, കരിയാതെ നോക്കുക. ഇവിടെ നിന്ന് കുറേ ടിപ്സ് വീട്ടിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്.
നമ്മുടെ ചിക്കൻ്റെ ഫസ്റ്റ് റൗണ്ടിലത് പൊരിച്ചു. നമ്മളത് ടേസ്റ്റ് ചെയ്യാം. നമ്മളാണ് ടേസ്റ്റ് ചെയ്ത് നമ്മൾ പൊക്കി പറയത്തില്ല, എനിക്കിത് കണ്ടാലറിയാം സത്യം ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് 3 ചെമ്പിലായിട്ട് ഫുൾ നിറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനിരിക്കാം. ഫസ്റ്റ് ബാഗ് അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു, സവോള, അണ്ടിപ്പരിപ്പ്, ക്രിസ്മസ് ഒക്കെ വറുത്ത് കോരി, ബാക്കി പരിപാടികളൊക്കെ വെളുപ്പിനെ. പക്ഷെ വെളുപ്പോളം ഈ കലവറ ഫുൾ ഓണായി. മസാല നമ്മുടെ ഫുൾ ടീം രാവിലെ തൊട്ട് നമ്മളിവിടെ അച്ചാറും ചള്ളാസും പാക്കറ്റാക്കി തന്നിട്ട് ഫുൾ പാക്കായതോ അവിടെ മാറ്റി മാറ്റി രാത്രി വന്നതാണ് എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവർ. ഇതുവരെ ഇത് ഉറക്കമില്ലാത്ത പണിയാണ്. ഇന്ന് മാർച്ച് 31 നിങ്ങൾക്ക് ഞങ്ങൾ തന്ന വാക്ക് പാലിച്ചു. ഇന്ന് നമ്മുടെ ബിരിയാണി ചലഞ്ചിന് കലാശപ്പെട്ടാണ്. ഒരു പോളയ്ക്ക് 10 ഗ്രാം വരെ എന്ന കണക്കിൽ നമ്മൾ തുടങ്ങിയ ബിരിയാണി ചലഞ്ച് ഇന്ന് 5000 ബിരിയാണിയിലെത്തിയിരിക്കുകയാണ്. ഇതിന്റെ മാസീവ് പ്രിപ്പറേഷൻ ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇത് നമ്മുടെ പാക്കിംഗ് ബോക്സ് ആണ്. നല്ല വലിയ ബോക്സ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള. ഇതിന്റെ സ്പെഷ്യാലിറ്റി ആ സ്റ്റിക്കർ ഒന്ന് കാണിക്കാം. ഇതിലെ സ്റ്റിക്കർ അടിച്ചിരിക്കുന്ന ബിരിയാണി ചലഞ്ച്, ഞങ്ങളുടെ ഫോട്ടോ, ഞങ്ങളുടെ ക്യാപ്ഷൻ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നാകണം. അതിന്റെ പോസ്റ്റ് എല്ലാ ബോക്സിലും നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ചലഞ്ച് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഹൃദയത്തിൽ. പാക്കിങ്ങിന്റെ എല്ലാ ബോക്സും നമ്മുടെ പാക്കിങ്ങിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ബോക്സ് നല്ല സീൽഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ബോക്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബിരിയാണി പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ചുരുങ്ങിക്കും, കാര്യങ്ങളും ഇങ്ങനെ ചളങ്ങി പോകില്ല, ഇങ്ങനെ അട്ടി ചേർക്കുമ്പോൾ ചളങ്ങി പോകില്ല. നല്ല ക്വാളിറ്റിയിൽ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. ഒരുപാട് ഡിസ്റ്റൻസിലോട്ടൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ചൂടോടെ കേടാവാതിരിക്കാനാണ് ഞങ്ങൾ ഇത്രയും ക്വാളിറ്റിയുള്ള ബോക്സ് ഇറക്കിയത്. നിങ്ങൾക്ക് യൂസും ചെയ്യാം. ബിരിയാണിയുടെ സാലഡിനുള്ള എല്ലാ വെജിറ്റബിൾസ്, ക്യാരറ്റ്, കുക്കുംബർ, സവോള, പച്ചമുളക് ഒക്കെ ആയിരിക്കും. ഇതിനകത്തേക്ക് ഇനി കോൾഡ് കേർഡ് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യും. ഇനി ഇതിന്റെ പാക്കിംഗ് ആണ്. അച്ചാർ ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി ചള്ളാസിന്റെ പാക്കിംഗ് ആണ്. നമ്മൾ കോൾഡായിട്ട് ചെയ്യുന്നത് കൊണ്ട് കേട് കൂടാതെ തന്നെ ഇത് ആൾക്കാരിലേക്ക് കുറച്ച് നേരം ഇത് നമ്മൾ കീപ്പ് ചെയ്യാൻ പറ്റും. നെയ്ച്ചോറിനുള്ള അരി ഇട്ടു. 3 ചെമ്പിലാണ് ഇവിടെ അരി വേവുന്നത്. എല്ലാം മിക്സും വെജിറ്റബിൾസ് നെയ്യും ഒക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് സെറ്റ് നെയ്ച്ചോറ് റെഡിയായി. ഇനി നമ്മൾ അതിലേക്ക് വാഴയിലയൊക്കെ വെച്ച് ഇതിന്റെ മുകളിൽ ഫ്രൈ ചെയ്തൊക്കെ വെച്ച് സെറ്റാക്കാൻ പോകും. അങ്ങനെ നമ്മുടെ ബിരിയാണി ചലഞ്ചിന്റെ 90% പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 3500 കണ്ടെയ്നറായിട്ടും പിന്നെ അതേപോലെ തന്നെ വലിയ ക്വാണ്ടിറ്റി ഉള്ളിടത്തേക്ക് നമ്മൾ ചെമ്പായിട്ടുമാണ് വിടുന്നത്. ഇതൊരു ഏകദേശം ഒരു 3000+ ബിരിയാണീസ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കാം. ഭയങ്കര റഷായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക. പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. നമ്മുടെ വണ്ടി എല്ലാം ബാനർ കെട്ടിയിട്ട് അതിന്റെ ക്ലിപ്പ് കാണിച്ചു തരാം.
പോട്ടെ സിസ്റ്ററെ, പോട്ടെ അമ്മേ. ഇത് ഇവർക്ക് സഹായങ്ങൾ തരുന്നവരുടെ പേര് ഇവർ ബോർഡിൽ എഴുതും. എന്നിട്ട് എല്ലാ രോഗികളും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അതിന്റെ ലാസ്റ്റ് നമ്മുടെ പേരുണ്ട് എസ് ഭാരതിന്റെ. വിഷുവൊക്കെ ആവുമ്പോൾ പോകുന്ന ടീച്ചറോട് പറയുന്നത് അതിന്റെ അതെ, എസ് ഭാരത് പേരെന്താ? സഹലാമോള് തോണികൾ കണ്ടു. ഇഷ്ടപ്പെട്ടോ? അറിയൂ ആ ഉണ്ടല്ലോ, പേരെന്താ? സഫ്നാമോൾ. എന്റെ പേര് ഫാത്തിമ. ഞങ്ങള് എല്ലായിടത്തും നമുക്ക് എത്താൻ പറ്റില്ല, കാരണം 10-20 സ്ഥലമുണ്ട്. ഞങ്ങൾ മാക്സിമം എത്താൻ പറ്റുന്നിടത്തോട്ടൊക്കെ എത്തി. കുറച്ച് വൃദ്ധസ്ഥാനങ്ങള്, അനാഥ മന്ദിരമൊക്കെ പോയി. ഇപ്പൊ നമ്മുടെ അടുത്തൊരു കോളനിയില് എല്ലാവർക്കും ഫുഡിന് വേണ്ടി എത്തി. എന്ത് വേണം? ചോറ് വേണം? അതെ, അങ്ങോട്ട് വെക്കണോ സാലാഡിന്റെ പേര്? അവിടുന്ന് വന്നതല്ലേ? അവിടുന്ന് ആക്ടിവിറ്റി ആണല്ലോ. നമ്മളാണെങ്കിലേ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഫുഡ് വെച്ച് എല്ലാവർക്കും എത്തിക്കോ. ആണോ? ഒരാളുണ്ടോ? ഇല്ല. ആണ്. നമ്മുടെ വയനാട്ടിലെ ഉള്ളിലേക്കുള്ള ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ബിരിയാണി എത്തിക്കുന്നുണ്ട്. എല്ലായിടത്തും നമ്മൾ നേരിട്ട് ചെന്നാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് വയനാട് ജില്ലയിലെ എല്ലാ അർഹതപ്പെട്ടവരിലേക്കും ഞങ്ങൾ നേരിട്ട് എത്താൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെയാണ് ട്രാവൽ ചെയ്ത് മാക്സിമം സ്ഥലത്തിലേക്ക് എത്താനും നോക്കുന്നത്. നമ്മുടെ ടീം അടിപൊളിയാണ്. ഫുൾ ചെക്കന്മാർ ഇപ്പം ഒരു 2 മണി ആവുന്നു. ഫുൾ പവറിൽ നിൽക്കുവാണ്. അവിടെ അങ്ങോട്ടൊക്കെ ആൾക്കാരുണ്ട് ചേച്ചി. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു വ്യൂവർ ആണ്. പിടിച്ചോ നമുക്ക് ഹെൽപ്പിന് വോളണ്ടിയേഴ്സ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ തന്നെയാണ് നടന്ന എല്ലാ വീട്ടിലേക്കും മാക്സിമം ഞങ്ങളുടെ കൈ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അതൊരു സിമ്പിൾ പണിയല്ല കേട്ടോ. നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഫോളോവേഴ്സ് ഉണ്ടായി. അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അത് കൊടുത്ത് തീർക്കുന്നത് സന്തോഷമുള്ള പരിപാടിയാണ്. നിങ്ങളുടെ ഓരോ ഫോളോയ്ക്കും നിങ്ങളുടെ പേരിൽ ഞങ്ങൾ അർത്ഥപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത് അത്ര ആത്മാർത്ഥമായിട്ടാണ് അല്ലേ? പണിയായിട്ടല്ല, അതൊരു സന്തോഷമാണ്. പക്ഷെ ഞങ്ങള് അങ്ങനെ ഒരു എളുപ്പ വഴി കണ്ട് കുറച്ചുപേര് അങ്ങനെ ഏൽപ്പിക്കൊന്നല്ലാതെ മാക്സിമം നമ്മൾ തന്നെ എത്തിക്കുകയാണ്. സമയം ചേട്ടാ, ഇനി ഇവിടെ താഴേക്ക് ഒരു കോളനി സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. വെളുപ്പിന് ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. പിന്നെ ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റ് ഞങ്ങളും മീഡിയ എല്ലാം പോയി വെളുപ്പിനെ വന്നതാണ്. അതിന്റെ ക്ഷീണം ഉണ്ട്. പക്ഷെ അത് നമ്മൾ കൊടുത്ത് അവര് മേടിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷത്തില് ബാക്കിയെല്ലാം മറന്നു പോകും. ബിരിയാണി ചലഞ്ച് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഒറ്റയാൾ പോരാട്ടമല്ല, ഇതൊരു ടീം വർക്ക് ആയിരുന്നു. ഞങ്ങളുടെ കൂടെ നിന്ന ഫോളോവേഴ്സിനും ഞങ്ങളുടെ ടീമിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.